അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബെന്യാമീനെ തൻ്റെ കൂടെ ഈജിപ്തിൽ തന്നെ നിർത്താനുള്ള ഒരു സൂത്രം യൂസുഫ് നബി പ്രയോഗിച്ചതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 6 ആയത്തുകളിൽ വിവരിച്ചത്. അതായത് സഹോദരന്മാർ ഫലസ്തീനിലേക്ക് തിരിച്ചു പോവാനായപ്പോൾ അവരറിയാതെ ബെന്യാമീൻ്റെ ലഗേജിൽ വിലപിടിപ്പുള്ള രാജാവിൻ്റെ പാനപാത്രം വെച്ചതും എന്നിട്ട് അവരെ കള്ളന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞതും കളവ് നടത്തിയാൽ അവരുടെ നാട്ടിലെ ശിക്ഷ എന്താണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതുമാണ് യൂസുഫ് നബി പ്രയോഗിച്ച സൂത്രമായി കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ച ആയത്തുകളിൽ പറഞ്ഞത്. ഇനി അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കുന്നതും ബെന്യാമിൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് പാനപാത്രം കണ്ടെടുക്കുന്നതും അതുപോലെ യൂസുഫ് നബി പ്രയോഗിച്ച സൂത്രം അള്ളാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചതാണെന്നും യൂസുഫ് നബിയുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കി യൂസുഫ് നബിയുടെ പദവി ഉയർത്തുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തതെന്നുമാണ് എന്ന് പഠിക്കുന്ന 77-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഈജിപ്തിലെ സാഹചര്യത്തിൽ ബെന്യാമീനെ കളവ് നടത്തി എന്ന പേര് പറഞ്ഞുകൊണ്ട് പിടിച്ചുവെക്കാൻ നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ് ഫലസ്തീനിൽ ഈ വിഷയത്തിൽ നടപ്പാക്കാറുള്ള നിയമം സഹോദരന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും കളവ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമിനെ പിടിച്ചു വെക്കുകയും ചെയ്തത് എന്ന കാര്യം കൂടി ഈ ആയത്തിൽ പറയുന്നുണ്ട്. فَبَدَأَ بِأَوْعِيَتِهِمْ قَبْلَ وِعَاءِ أَخِيهِ ثُمَّ اسْتَخْرَجَهَا مِنْ وِعَاءِ أَخِيهِ كَذَلِكَ كِدْنَا لِيُوسُفَ ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم فبدأ بأوعيتهم قبل وعاء أخيه. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഭാണ്ഡങ്ങളിൽ തുടങ്ങി. പാനപാത്രം കണ്ടെടുക്കാനുള്ള പരിശോധന നടത്തിയപ്പോൾ ആദ്യം പരിശോധിച്ചത് ബെന്യാമീൻ്റെ ഭാണ്ഡമല്ല, പാനപാത്രം ഇല്ല എന്ന് പരിശോധിക്കുന്നവർക്ക് തന്നെ ഉറപ്പുള്ള മറ്റു സഹോദരന്മാരുടെ ഭാണ്ഡങ്ങളാണ് ആദ്യം പരിശോധിച്ചത്. ഇത് അവർക്ക് സംശയമില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സുമ്മസ്തഖ്റജഹാ മിൻ വിആഇ അഖീഹി, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അത് പുറത്തെടുത്തു. യൂസുഫ് നബിയുടെ സഹോദരൻ ബെന്യാമീൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അത് കണ്ടെടുത്തു. അങ്ങനെ സഹോദരങ്ങൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയാത്ത വിധം ബെന്യാമീനെ തൻ്റെ കൂടെ നിർത്താൻ യൂസുഫ് നബിക്ക് സാധിച്ചു. ഈ പ്ലാൻ നടപ്പാക്കുന്ന വിവരം ആദ്യമേ യൂസുഫ് നബി ബെന്യാമീനെ അറിയിച്ചിട്ടുണ്ടെന്ന് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നു. കദാലിക കിദ്നാലി യൂസുഫ, അപ്രകാരമാണ് നാം യൂസുഫിന് വേണ്ടി തന്ത്രം പ്രയോഗിച്ചത്. ഈ സൂത്രം അള്ളാഹു അദ്ദേഹത്തിന് തോന്നിച്ചതാണ്, അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫീ ദീനിൽ മലിക്കി, രാജനിയമം അനുസരിച്ച് അദ്ദേഹത്തിന് തൻ്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ കഴിയുമായിരുന്നില്ല. ഇല്ല അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഈജിപ്തിലെ നിയമം അനുസരിച്ച് യൂസുഫ് നബിക്ക് കളവ് നടത്തിയ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമീനെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു നിയമം ഈജിപ്തിലില്ലായിരുന്നു എന്നാവാം ഇതിനർത്ഥം. അതുകൊണ്ടാണ് ഫലസ്തീനിലെ നിയമം അവരെ കൊണ്ട് തന്നെ, സഹോദരങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് നടപ്പാക്കിയത്. ഇതൊക്കെ അള്ളാഹു അദ്ദേഹത്തിനു വേണ്ടി സൂത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. യൂസുഫ് നബി ബെന്യാമീനെ തൻ്റെ കൂടെ നിർത്താൻ ഇങ്ങനെ ഒരു സൂത്ര വഴി സ്വീകരിച്ചതിന് പല ന്യായങ്ങളുമുണ്ട്. വീണ്ടും റേഷൻ കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് സഹോദരങ്ങൾ ബെന്യാമീനെ സുരക്ഷിതമായി ഈജിപ്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ റേഷൻ കൈപ്പറ്റിയിരിക്കുന്നു. ഇനി അവരുടെ കൂടെ ബെന്യാമീനെ തിരിച്ചുവിടുന്നത് സുരക്ഷിതമാണോ? സുരക്ഷിതമായി അവനെ അവർ വീട്ടിലെത്തിക്കുമോ എന്ന കാര്യത്തിൽ യൂസുഫ് നബിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം യൂസുഫിനോടും ബെന്യാമീനോടും ചെറുപ്പം മുതലുള്ള അസൂയയും വിദ്വേഷവും അവർക്ക് ഇപ്പോഴും ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും യൂസുഫ് നബിയുടെ കാര്യത്തിൽ അവർ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിന് അടുത്തു വരുന്ന ആയത്ത് തന്നെ തെളിവാണ്. മറ്റൊന്ന്, ബെന്യാമീനെയും അത് കഴിഞ്ഞ് പിതാവിനെയും കുടുംബത്തെയും എല്ലാവരെയും ഈജിപ്തിൽ എത്തിച്ചുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്ന ഉത്തമമായ ലക്ഷ്യമാണ്
യൂസുഫ് നബിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. പ്രവാചകൻ എന്ന നിലക്ക് തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ സഹായകരമാവും എന്നതുകൊണ്ടും അദ്ദേഹം ഈ തന്ത്രം പ്രയോഗിച്ചത് ന്യായമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഈ തന്ത്രത്തിൽ ആരെയും ചതിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇതൊരു കുതന്ത്രമാവുന്നുമില്ല. തുടർന്ന് അള്ളാഹു പറയുന്നു, നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. ആരൊക്കെ എന്തൊക്കെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും അള്ളാഹു ഒരാൾക്ക് ഉയർച്ച നൽകാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നതിന് ഉദാഹരണമാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് ഈജിപ്തിലെ അധികാരത്തിലേക്ക് ഉയർന്നു വന്ന യൂസുഫ് നബി. മക്കയിലാണല്ലോ ഈ സൂറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിച്ചമർത്താൻ നോക്കുന്ന ഖുറൈശികൾക്ക് ഇതിൽ പാഠമുണ്ട്. നിങ്ങൾ എത്ര തന്നെ അടിച്ചമർത്താൻ നോക്കിയാലും അടുത്ത ഭാവിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരങ്ങൾ കീഴടക്കുമെന്ന് സൂചിപ്പിക്കുക കൂടിയാണ് ഇതിലൂടെ. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവർക്കും മേലെ എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. മനുഷ്യർ എത്ര അറിവാളന്മാരാണെന്ന് അഹങ്കരിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ കരുതുകയോ അഭിമാനിച്ച് നടക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, എല്ലാറ്റിനും മുകളിൽ, എല്ലാ അറിവുള്ളവർക്കും മുകളിൽ എല്ലാം അറിയുന്ന റബ്ബുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരുപാട് ചർച്ചകൾ നടത്തി യൂസുഫ് നബിയെ കിണറ്റിലെറിഞ്ഞ സഹോദരങ്ങൾ, ഒരുപാട് ചർച്ചകൾ നടത്തി യൂസുഫ് നബിയെ ജയിലിലടച്ച പ്രഭുവും പ്രഭുപത്നിയുമടങ്ങുന്നവർ മനസ്സിലാക്കുക, അതിനപ്പുറം കാര്യങ്ങൾ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹു ഉണ്ട് എന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.